ഡബിൾ മോഹനൻ എന്നുള്ളതിനേക്കാൾ എന്നെ സത്യത്തിൽ ഇതിലേക്ക് ആകർഷിച്ചത് ഭാസ്കരൻ മാഷും വിലായത്ത് ബുദ്ധയാണ്. അത് രണ്ട് ലോകമാണ്. വായനക്കാരൻ്റെ ലോകവും കാഴ്ചക്കാരൻ്റെ ലോകവും രണ്ടും ഭിന്നമാണ്. സച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ ഇതിന്റെ യഥാർത്ഥ ഭൂമികയിൽ തന്നെ ചിത്രീകരിക്കപ്പെടണം എന്നുള്ളത്. രാജു നമ്മളീ പറഞ്ഞ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ അവിടെ നെല്ലിയാമ്പതിയിൽ എനിക്കൊരു ശകലം സ്ഥലം തന്നാൽ മതി, ഞാൻ മൂലയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മൾ ഈ സിനിമകളിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന മറയൂരും കാന്തല്ലൂരും ഒന്നും അല്ലാത്ത ഒരു ലോകം അവിടെ ഉണ്ട്. നമുക്കൊന്നും അധികം നേരം അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. കാസ്റ്റ് കൊണ്ടും പ്രമേയം കൊണ്ടും സിനിമയുടെ പേര് കൊണ്ടും മാസ്. വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് ആസ് ഡബിൾ മോഹനൻ ആൻഡ് ദി ക്രിയേറ്റർ ഓഫ് വിലായത്ത് ബുദ്ധ GR ഇന്ദുഗോപൻ വിത്ത് us. യെസ്, ആദ്യമേ തന്നെ പൃഥ്വിയെടുത്ത് ചോദിച്ചു തുടങ്ങാം. ഇപ്പം മുംബൈയിലേക്കൊക്കെ അങ്ങ് നമ്മൾ ചേക്കേറി അവിടെ ആയി സെറ്റിൽഡ് എന്ന് പറയാൻ പറ്റില്ലേ? എനിക്ക് വർഷങ്ങളായിട്ട് മുംബൈയിൽ ഒരു വീടുണ്ട് എൻ്റെ. പക്ഷെ ഇപ്പം മോളെയും അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചല്ലോ സ്കൂളിൽ. ഞാൻ ഇപ്പോൾ കുറച്ചു കാലം ഞാൻ കേരളത്തിന് വെളിയിൽ ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കൊച്ചിയിലേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് മുംബൈയിലേക്ക് പോകുന്നതാണ്. അപ്പം അങ്ങനെ എന്നാ പിന്നെ ഒരു ട്രയൽ മോഡിൽ ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ അവിടെ ഷീസ് ത്രൈവിങ്. സോ ഞാൻ ഇപ്പോൾ കൊച്ചി മുംബൈ ഷട്ടിലാണല്ലേ. അവിടെ പോകുമ്പോൾ കൊച്ചിയിൽ എന്താ മിസ് ചെയ്യുന്നത്? അങ്ങനെ മുംബൈ അങ്ങനെ ഒക്കെ ഞാൻ അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടൊന്നും എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. ഫോർ ഫാമിലീസ് കൺവീനിയൻസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ മോളെ. കാരണം ഐ ഗെറ്റ് ടു സീ ദം മോർ. ഐ ഗെറ്റ് ടു പെട്ടെന്ന് പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഈസിയർ ഫോർ മീ. ഇപ്പോൾ ഹൈദരാബാദ് എന്നൊരു ദിവസം വൈകുന്നേരം 4 മണിക്ക് ഷൂട്ട് കഴിഞ്ഞു, നാളെ ഒരു 11 മണിക്ക് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു ഗോ ടു ബോംബെ. അപ്പോൾ അങ്ങനെ കുറേ നാൾ അങ്ങനെ ആയപ്പോൾ ഐ റിയലൈസ്ഡ് ഐ മൈറ്റ് എൻഡ് അപ്പ് സ്പെൻഡിങ് മോർ ടൈം വിത്ത് ദം ഇഫ് ദേ ആർ ഇൻ ബോംബെ. ആൻഡ് അവിടെ വർഷങ്ങളായിട്ടൊരു വീടുണ്ട്. കാരണം എൻ്റെ ഭാര്യ അവിടെ നിന്നാണ്. ഷീ യൂസ് ടു വർക്ക് ഇൻ ബോംബെ. അങ്ങനെയുള്ള അല്ലാതെ പറയാം ഞാനങ്ങനെ എനിക്ക് ഐ ഫീൽ ലൈക്ക് ഒരു ആക്ടർ ആണല്ലോ. ആക്ടേഴ്സ് ആർ ഓൾവേസ് നോമാഡ്സ്. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ആം ബേസ്ഡ് ഔട്ട് ഓഫ് എനി സിറ്റി. പക്ഷേ മൈ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഈസ് ഓൾവേസ് ഇൻ കേരള ആൻഡ് ട്രിവാൻഡ്രം ആക്ച്വലി. എന്ന് ചേട്ടാ, അപ്പോൾ വിലായത്ത് ബുദ്ധ സിനിമ ഇസ് ട്രിഗേർഡ് ഫ്രം ദ നോവൽ. അപ്പോൾ ഈ നോവലിൻ്റെ ഒരു സീഡ് എവിടെ നിന്നാണ് ട്രിഗർ ചെയ്തത് എന്ത് ചേട്ടൻ? അത് എൻ്റെ നമ്മുടെ ഈ സിനിമയുടെ തന്നെ സഹതിരകഥാകൃത്ത രാജേഷ് പിന്നാടനാണ്. ഒരു ദിവസം ഒരു വൺ ലൈൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരാൾ ഉണ്ട്, ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാളുടെ ഗുരുവിൻ്റെ ചന്ദനമരം മോഷ്ടിക്കുക അയാളൊരു. അപ്പം അതെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം നമ്മൾ ത്രെഡ് കിട്ടുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞ ശിഷ്യൻ ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് ആ ചന്ദനമരം മോഷ്ടിക്കണമെങ്കിൽ ആ ഗുരുവും ശിഷ്യനും തമ്മിൽ എന്തൊക്കെയോ പറയാനായി ബാക്കി കിടപ്പുണ്ട്. അവരുടെ കോളേജ് അവരുടെ സ്കൂൾ ജീവിതവും ഒക്കെ വെച്ചിട്ട് സത്യത്തിൽ അതിൻ്റെ ഒരു അന്തർധാര, അതിൻ്റെ ഒരു വേദന ഇതിൻ്റെ ഈ ചിത്രത്തിൽ ഡബിൾ മോഹനൻ വഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ മോഹനൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ എന്താണ് നമ്മളെ അട്രാക്ട് ചെയ്തത്? പൃഥ്വിനെ എങ്ങനെയാണ്? എന്നോട് ആദ്യമായിട്ട് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് സച്ചിയാണ്. അപ്പോൾ സച്ചിയുടെ തനതായ ഒരു പ്രസന്റേഷനിൽ എന്നെ എങ്ങനെ വീഴ്ത്തണമെന്ന് സച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായിരുന്നു ആ പോയിന്റ്, വീഴ്ത്തിയ പോയിന്റ്? സച്ചി ഞാനും അങ്ങനെ സച്ചി എന്നെ വീഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി ഡബിൾ മോഹനൻ എന്നുള്ളതിനേക്കാൾ എന്നെ സത്യത്തിൽ ഇതിലേക്ക് ആകർഷിച്ചത് ഭാസ്കരൻ മാഷും വിലായത്ത് ബുദ്ധയാണ്. അതെനിക്ക് ഭയങ്കര ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പ്രൊമൈസ് പോലെ തോന്നി. എനിക്ക് അതിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഡബിൾ മോഹനെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. ഓഫ്കോഴ്സ് ഈ കഥ ഡബിൾ മോഹനന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അയാളുടെ ഇന്ദു പറഞ്ഞ പോലെ ഡബിൾ മോഹനന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് പ്രധാനമായിട്ടും. ഒപ്പം ഭാസ്കരൻ മാഷിന്റെയും ചൈതന്യത്തിന്റെയും ഒക്കെ തന്നെ ഒരു ക്യാരക്ടർ സ്റ്റഡീസ് ഈ സിനിമയിലുണ്ട്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്ദുവിന്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉള്ള പോലെ അവർക്കുള്ളിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ക്യാരി ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഇന്ദുവിന്റെ. ഞാൻ വായിച്ച ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അവർക്കുള്ളിൽ തന്നെ ഭയങ്കരമായ കോൺഫ്ലിക്റ്റുകൾ ക്യാരി ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. എല്ലാവരും ഭയങ്കര കോംപ്ലക്സ് ആണ്. എല്ലാവർക്കും വളരെ ഒരു രീതിയിൽ പറഞ്ഞാൽ വിയേർഡ് ആയിട്ടുള്ള ഔട്ട്ലുക്കുകളുള്ള ക്യാരക്ടേഴ്സാണ്. അത് പ്രത്യേകിച്ച് ഈ സിനിമയിൽ, അത് മോഹനനാണെങ്കിലും ഭാസ്കരനാണെങ്കിലും ചൈതന്യമാണെങ്കിലും അനിയാണെങ്കിലും ഒക്കെ തന്നെ വളരെ അൺയൂഷ്വലാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ ഇന്ദുവിൻ്റെ ആക്ടേഴ്സിന് ഭയങ്കര അപ്പീലിംഗ് ആണ്. കാരണം ഈ അതിനകത്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബോഡി ഉണ്ടാകുമെന്നും
ആസ് എൻ ആക്ടർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുമെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ ബൈ നൗ ഇന്ദുവിന്റെ ഇത്രയും കഥകൾ വായിക്കുകയും കഥാപാത്രങ്ങളെ അറിയുകയും ചെയ്ത സ്ഥിതിക്ക് ഇന്ദു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എന്തായാലും കേൾക്കണം എന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ അതിനോടൊപ്പം പിന്നെ അത് സച്ചി അതിലിരിക്കുന്നു, സച്ചി അതിലൊരു ഒരു സിനിമാ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐ വാസ് ഓൾ ഇൻ. അന്ന് ഞാൻ കളിയാക്കി പറയായിരുന്നു ഇതോടുകൂടി നിർത്തുമോ, കാരണം ഈ മെയിൽ ഈഗോ കോൺഫ്ലിക്റ്റുകളുടെ ട്രിലജിയാണോ എന്ന്. കാരണം അയ്യപ്പനും കോശിയുടെ ഷൂട്ട് തീരുന്ന സമയത്താണ് എന്നോട് വിലായത്ത് ബുദ്ധയെ കുറിച്ച് സച്ചി പറയുന്നത്. അയ്യപ്പനും കോശിക്ക് തൊട്ടു മുമ്പ് ഞാൻ ചെയ്തത് സച്ചി തിരക്കഥ എഴുതി ലാൽ ജൂനിയർ ജീൻ സംവിധാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ്. പക്ഷെ ഹാവിംഗ് സെഡ് ദാറ്റ്, ആ 2 സിനിമകൾ പോലെ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഈഗോ ടസിലല്ല ഈ സിനിമ. അവരുടെ ഈഗോസ് അല്ല ഗോയിങ് അപ്പ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. ഇത് മേ ബി അവരുടെ ആംബിഷൻസ് ആണ്. അവരുടെ 2 പേരുടെയും ജീവിതത്തിലെ അവര് ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന അവരുടെ ഒരു ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളാണ് നേർക്കുനേർ. സ്റ്റോറി ലൈൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാ എവിടെയോ ഒരു കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ 3 ക്യാരക്ടർ, ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അയ്യപ്പനും കോശിയാണെങ്കിലും ഈവൻ വിലായത്ത് ബുദ്ധയിലാണെങ്കിലും എങ്ങനെയാണ് ഇപ്പം പൃഥ്വി ആ ഒരു റോളിന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അത് എഴുതപ്പെട്ടിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. 3 ക്യാരക്ടേഴ്സും സച്ചി സൂപ്പർ സ്റ്റാർ ഹരീന്ദ്രനെയും കോശി കുര്യനെയും എഴുതിയിരിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇന്ദുവും രാജേഷും കൂടെ മോഹനനെ എഴുതിയിരിക്കുന്നത് ആ 2 കഥാപാത്രങ്ങളുടെ ഷെയ്ഡ്സേ ഇല്ലാതെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ആസ് എൻ ആക്ടർ എനിക്ക് ഇങ്ങനെ വലിയ ഞാനായിട്ടിരുന്ന് ഇതിനെ വ്യത്യസ്തമാക്കണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓൺ പേപ്പർ തന്നെ എനിക്ക് അങ്ങനെ ആവും ഇത് അതുപോലെയാണല്ലോ എന്ന് എനിക്ക് എവിടെയും എനിക്ക് തോന്നിയില്ല. പിന്നെ ഓഫ് കോഴ്സ് ജയനുണ്ട്. ജയനാണ് ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ്, കാരണം ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എന്റെയും അസോസിയേറ്റ് ആണ്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാള് ഇത്രയും വലിയൊരു സിനിമ ഇത്രയും മനോഹരമായി കൺസീവ് ചെയ്തു, അതിൽ എന്നെ നായകനാക്കി സിനിമ ചെയ്യുന്നുള്ളതിൽ ഐ എം റിയലി പ്രൗഡ് അബൌട്ട് ഇറ്റ്. പിന്നെ എന്നെ ഗൈഡ് ചെയ്യാൻ ജയനും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഐ ഫുള്ളി ട്രസ്റ്റ് മൈ ഡയറക്ടർ ആൻഡ് മൈ റൈറ്റർ. സോ ഇതിനകത്ത് ജീപ്പ് ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പൊ ജീപ്പ് റൈഡ് ആ ഒരു മറയൂർ കാട്ടിലൂടെ ആ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആ ജീപ്പ് ഓടിച്ചത് ഞാൻ നേരെ ഓടിച്ചിരുന്നെങ്കിൽ ഞാൻ റഷ്യയിലൊക്കെ എത്തിയിരുന്നു. അത് ജീപ്പ് ആക്ച്വലി ഒരു ക്യാരക്ടറാണ്. പുസ്തകം വായിച്ചവർക്ക് അറിയാം, കാരണം ഈ ജീപ്പ് ഉപയോഗിച്ചാണല്ലോ അയാളൊരു വലിയ ആഗ്രഹം അയാൾ നേടിയെടുക്കുന്നത്. ഭയങ്കര രസമുള്ള അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഞാൻ ആദ്യമായിട്ട് പോയിട്ട് ഈ ജീപ്പ് കാണുമ്പോൾ ഒരേപോലത്തെ 3 ജീപ്പുകൾ മറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഇത് തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഒരു ചന്ദനം കടത്താൻ ഉപയോഗിക്കുന്ന ഒരു പിക്കപ്പ് ജീപ്പായിട്ടാണ്. പക്ഷെ ആ തുരുമ്പ് പിടിച്ചതിന്റെ പാറ്റേണിലും ഒക്കെ ജയനും ബംഗ്ലൻ, നമ്മുടെ ആ ഡയറക്ടർ ബംഗ്ലനും ചേർന്ന് ഭയങ്കരമായ ഡീറ്റെയിലിംഗ് നടത്തിയിട്ടുണ്ട്. അവര് ഇങ്ങനെ വേണം, അത് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത് ഭയങ്കര പാട്ട വണ്ടിയും തോന്നുന്ന, എന്നാൽ ഭയങ്കര കണ്ടീഷൻ, എഞ്ചിനൊക്കെ ഭയങ്കരമായിട്ട് ട്യൂൺ ചെയ്ത് ഭയങ്കര അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ജീപ്പ് ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ജീപ്പ് ഇതിലെ കന്നി എന്ന് പറയുന്ന പട്ടിക്കുട്ടി ഒക്കെ ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ആണ് ആക്ച്വലി. മല കയറുന്ന ഒരു സിനിമ കാണുമ്പോൾ അത് എത്രമാത്രം എക്സൈറ്റിംഗ് ആയിരുന്നു ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇത് സച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ ഇതിന്റെ യഥാർത്ഥ ഭൂമികയിൽ തന്നെ ചിത്രീകരിക്കപ്പെടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോയി അവിടെ ഒരു റിസോർട്ടിൽ ഒരു റൂം എടുത്തൊരു 3 ദിവസം നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്ന മറയൂർ കാന്തല്ലൂർ അല്ല. അതിന് മറ്റൊരു ഫ്ലേവർ ഉണ്ട് ആ സ്ഥലങ്ങൾക്ക്. അത് കുറച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു കാന്തല്ലൂർ. അച്ഛനൊരു കുഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു കാന്തല്ലൂർ. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് പോയിട്ടുണ്ട്. നമ്മൾ ആ എസ്റ്റേറ്റിൽ കുറേ പ്രാവശ്യം പോവുകയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമകളിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന മറയൂരും കാന്തല്ലൂരും ഒന്നും അല്ലാത്ത ഒരു ലോകം അവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ചന്ദനം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതിനപ്പുറമാണ് അതിൻ്റെ ഒരു ഓവർവേൾഡും അണ്ടർവേൾഡും ഒക്കെ. അപ്പൊ അതിന്റെ ആബ്സല്യൂട്ട് റിയാലിറ്റിയിൽ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത് സച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ജയൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ലൊക്കേഷനുകൾ കണ്ടെത്താനും ഇത് ആ അഞ്ചിനാട് എന്ന് പറയുന്ന പ്രദേശത്തിൽ തന്നെ ഈ സിനിമ മുഴുവനായി ചിത്രീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് അറിയാനും തന്നെയാണ് ജയൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ജയൻ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ നിങ്ങൾ ആട്ടുമലയായിട്ട് കാണുന്ന ഭൂമികയും ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് കരിമ്പിൻ തോട്ടമൊക്കെ ഉണ്ടാക്കിയതാണെന്നും
അതിന് തന്നെ കുറേ സമയം എടുത്തു എന്നൊക്കെ, അതായത് വെച്ച് പിടിപ്പിച്ച് അത് ഞങ്ങൾ വളർന്ന് ആക്ച്വലി കൃത്യം പ്ലാൻഡ് ആയിരുന്നു. അതായത് കരിമ്പ് ഇപ്പം നട്ടാൽ ഇന്ന മാസം ആകുമ്പോൾ അത് ഫുൾ ഹൈറ്റ് ആകും, അപ്പോൾ ആ സീക്വൻസ് എടുക്കും എന്നൊക്കെ. പക്ഷെ പ്ലാനിങ് എല്ലാം തകിടം പറഞ്ഞത് എൻ്റെ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോഴാണ് ആ പ്ലാനിങ് എല്ലാം തകിടം പറഞ്ഞത്. പക്ഷെ അത് കൃത്യം ഒരു പ്ലാനിലാണ് ബംഗ്ലനും ജയനും കൂടെ ചെയ്തത്. പക്ഷെ എന്നിട്ട് രണ്ടാമത് വീണ്ടും കരിമ്പ് പ്ലാന്റ് ചെയ്ത് വീണ്ടും അത് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സമയം എടുക്കുന്നു അല്ലേ? അതെ, ഇത് ആ രീതിയിൽ ഇത് അങ്ങനെ ഒട്ടും കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ എടുത്തിരിക്കുന്ന സിനിമയാണ്. അതെ, ഈ വിലായത്ത് ബുദ്ധ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഓഡിയോ വേർഷൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അല്ല ആൾക്കാർ ഒരു കോളേജിലൊരു പ്രൊഫസർ അതിന്റെ ഒരു സമ്മറി ഓഡിയോ ആയിട്ട് ചെയ്തിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് അതെ തന്നെ കോളേജിലുണ്ടല്ലോ അതിന്റെ. അപ്പോൾ അത് കേട്ടപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്കതൊരു സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെ ആയിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. അത് പക്ഷെ വീണ്ടും ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനകത്ത് സിനിമാറ്റിക്കലി കുറേ ചേഞ്ചുകൾ വീണ്ടും വരുത്തിയിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് ഒരു പുസ്തകത്തിനെ നമ്മൾ പിടിച്ച സിനിമയാക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അത് രണ്ട് ലോകമാണ്. സിനിമ വായനക്കാരൻ്റെ ലോകവും കാഴ്ചക്കാരൻ്റെ ലോകവും രണ്ടും ഭിന്നമാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ഭാവനയെ നിയന്ത്രിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, മറ്റൊരു ടെക്നോളജി, ഒരു വലിയ കോർഡിനേറ്റർ ഇരിക്കുകയും അയാളുടെ പിന്നിൽ പ്രതിഭാശാലികളായ ഒരുപാട് ആൾക്കാർ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രതിഭാശാലികളെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുള്ളൊരു നിരത്തിക്കൊണ്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഒരു യാത്രയാണിത്. ടെക്നോളജിയുടെ സഹായത്തോടെ കഥ പറയാനായിട്ടുള്ളൊരു യാത്രയാണ്. അത് രണ്ടാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള കഥാപാത്രങ്ങളുടെ രൂപഘടനകളൊക്കെ പലപ്പോഴും മാറും. രൂപത്തിൽ ആക്ടേഴ്സ് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഒക്കെ മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇപ്പം രാജു അഭിനയിച്ച ഡബിൾ മോഹൻ എനിക്ക് വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും വന്നു. എന്ന് വെച്ചാൽ ഞാനതിൻ്റെ അകത്ത് എഴുതിയ സമയത്തുള്ള ഒരു പ്രണയി, ഒരു എറ്റേണലായിട്ടൊരു പ്രണയി ഞാൻ ഈ സിനിമയിലകത്ത് ഞാൻ കണ്ടു. ഒരു എഴുത്തുകാരൻ എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു ഷാജഹാൻ താജ്മഹൽ കെട്ടിക്കൊടുക്കുന്നതിനേക്കാൾ മുകളിൽ ഒരു സാധാരണ മനുഷ്യനായാൾ അവിടുന്ന് അതിനു വേണ്ടി എടുക്കുന്നൊരു ഒരു പെയിൻ, ഒരു എറ്റേണൽ പ്രണയിയാണ് അയാൾ. അത് മാത്രമല്ലാതെ ഈ മകനുണ്ടാവുന്നത് അച്ഛനെ നരകക്കുഴിയിൽ നിന്ന് എന്നൊരു ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്ന കണക്ക് ഇവിടെ സത്യത്തിൽ ഒരു വലിയ ഒരു തകർച്ച വന്ന ഒരു ഗുരുവിനെ കരയ്ക്ക് എടുത്തു വെച്ച് വെക്കുന്ന ഒരു മനുഷ്യൻ്റെ ആണ് അതിനകത്തുള്ളത്. അങ്ങനെ ഒരു സമർപ്പണമുള്ള ഒരു വലിയ മനുഷ്യനാണ് ഈ ഡബിൾ മോഹനായിട്ട് എനിക്ക് നമ്മൾ എഴുതിയതിനേക്കാൾ വലിയൊരു കാഴ്ച കിട്ടുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണത്. അത് സിനിമ ഇത്രയും വലിയ സിനിമയാകുമ്പോൾ കൂടെയാണ് അതിനോട് സാധ്യത തെളിയുന്നത്. സിനിമയുടെ വലിപ്പവും കൂടെ നമുക്ക് ആ സാധ്യത അതിൻ്റെ അകത്തുള്ള മിനിയേച്ചറായിട്ടുള്ള അതിൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളിലൂടെ നമ്മളെ കാഴ്ച പോലും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് ജയൻ്റെ കാഴ്ച അതിൻ്റെ മൈന്യൂട്ട്നെസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഭൂമികയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുക. അത് നമ്മൾ ആ സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കണക്കില്ലേ, ഇവരുടെ ഒരു സമർപ്പണം നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ മാറി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒരു അത്ഭുതം ഭയങ്കരമാണ്. രാത്രി 100-150 പേര് 2 മണി 3 മണി അട്ടയും ഇത് ചെയ്തിട്ട് കാടിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങൾ. രാജു നമ്മളീ പറഞ്ഞ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അവിടെ നെല്ലിയാമ്പതിയിൽ എനിക്കൊരു സ്ഥലം തന്നാൽ മതി, ഞാൻ മൂലയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ. അതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു അർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വെച്ചാൽ ഇതാണ് അതിൻ്റെ ടെറൈൻ. ഇതിൻ്റെ ഒരു ജീവിതമാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഇവിടെ നിൽക്കുന്നത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഇതാണ്. അപ്പം നമ്മൾ പുറമേ നിന്നുള്ള വലിയ കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ള ഈ സിനിമയെ സംബന്ധിച്ചുള്ളൊരു സമർപ്പണം എന്ന് പറയുന്നത് ഒരു വലിയ, അത് ആദ്യത്തെ ഒരു ലൈറ്റുമായി നിൽക്കുന്ന ഒരാൾ മുതൽ ഉണ്ടാകുന്ന ഒരു സംഗതി വലിയ അത്ഭുതകരമായതാണ്. നമുക്കൊന്നും അധികം നേരം അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ചേട്ടൻ 4-5 ചെറുപ്പക്കാർ എഴുതുന്ന സമയത്ത് ഈ കടപ്പുറത്ത് ആ സാഹചര്യത്തിലൊക്കെ പോയി ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മനോരമയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 1 വർഷം കടലിൻ്റെ തീരത്ത് ഒരു ഇടത്ത് ജീവിച്ചു. ചില ആ പൊന്മാൻ്റെ അല്ലെങ്കിൽ 4 ചെറുപ്പക്കാരുടെ ഒരു ലൈഫ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ചെയ്തത്. അത് നമുക്കറിഞ്ഞില്ല, നമ്മുടെ പ്രദീപായയുടെ പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു തെളിച്ചം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. അതിന് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഇവരെ കൂടെ പോയി ഈ ചന്ദനം മുറിക്കുന്ന ചെറുപ്പക്കാരന്മാരുടെ കൂടെ പോയി ഇത് ചെയ്ത് അന്ന് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് ടോർച്ചൊക്കെ അടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഫാൻഡം എടുത്ത ഒരു സെൻറ്റ് പയസ് പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഒന്ന് അടിക്കുന്നത് നമുക്ക് കാണാം. അപ്പം അത്രയും പെയിൻ എടുക്കണം വേണ്ടേന്നുള്ളല്ലോ. പക്ഷെ നമ്മളുടെ
നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് എല്ലാ ആൾക്കാരും ശ്രമിക്കുന്നതാണ് അവരവരുടേതായ തലത്തിൽ. ഇതിനകത്ത് പുഷ്പയുടെ ഒക്കെ ഒരു റെഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ആക്ച്വലി അത് ഞങ്ങൾ ഈ സിനിമ കൺസീവ് ചെയ്യുന്ന സമയത്ത് പുഷ്പ ഇറങ്ങിയിട്ടില്ല, പുഷ്പ പാർട്ട് 1 ഇറങ്ങിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ അവസാന ഘട്ടമാകുന്ന സമയമായപ്പോഴേക്കും പുഷ്പ 1 റിലീസായി, പുഷ്പ 2 റിലീസായി, പുഷ്പ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ കൾട്ട് ക്യാരക്ടറായി ഭയങ്കര പോപ്പുലർ ഒരു സിനിമയുമായി. അപ്പോൾ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. കാരണം ഈ അങ്ങനെ ഒരു വലിയ കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ഈ സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങൾ അവെയർ ആണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് ആണ്. അത് ഒരു സീൻ എടുത്തുകൊണ്ടിരുന്ന പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഒരു ഡയലോഗ് തന്നെയാണ്. കാരണം ആദ്യമായിട്ട് ഈ സിനിമയുടെ ഒരു സാധനം വെളിയിൽ വരുമ്പോൾ ചന്ദനക്കടത്ത്, സാൻഡൽവുഡ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ആൾക്കാരുടെ മനസ്സ് പോവുക പുഷ്പ എന്നുള്ളതാണല്ലോ. അപ്പൊ ഞങ്ങളും അത് അവെയർ ആണ്, ഞങ്ങളും അതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ള അക്നോളജ്മെന്റ് മാത്രമായിട്ട് തന്നെ കണ്ടാൽ മതി. സിനിമയിൽ ആ ഡയലോഗ് അതുപോലെ ഇതില് ഈ എനിക്ക് തോന്നുന്നു ഇന്ദുഗോപൻ സാറിന്റെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു 4-5 ചെറുപ്പക്കാരില്. ഇതിലാണെങ്കിൽ ഡബിൾ മോഹനൻ. ഈ പേരുകൾ എങ്ങനെയാണ് താങ്കൾ ക്രിയേറ്റ് ചെയ്യുന്നത്? പേരാദ്യം പറഞ്ഞപ്പോൾ തന്നെ ആയിഷ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് വെച്ചാൽ ഡബിൾ 2 സൈഡിലും നിൽക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ജനത്തിന്റെ അത് നിങ്ങൾ കണ്ടാലൊക്കെ മനസ്സിലാവാം. ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രൊസീജിയറുണ്ട് ഈ ചന്ദനം മോഷ്ടിക്കുന്നതിൽ. അദ്ദേഹം ഒരു കൊള്ളക്കാരനൊന്നുമല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും കൂടെ, ഒരു ചെറിയ നിലയ്ക്കുള്ള ഒരു ബിസിനസ്സുകാരനും കൂടാണ് പുള്ളി എൻ്റെ. അല്ലാതെ നമ്മൾ ഈ കാണുന്ന വളരെ സോക്കോൾഡ് സകല ചന്ദനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന എന്നുള്ളത്. പുള്ളി ആ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവരുമായിട്ടുള്ള ഈ ഫോറസ്റ്റുകാർ പോലീസുമായിട്ടുള്ള ഒരു ചെറുകിട ഒരു ലോകം ഒരു സാധാരണ സിനിമാ പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു ആദ്യത്തെ ഒരു 2-3 റീലുകളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ മറയൂർ വഴി വണ്ടി ഓടിച്ച് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ സാൻഡൽവുഡ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതല്ലാതെ അതിലൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കാട്ടിൽ വളർത്തുന്ന ചന്ദന മരങ്ങൾ, അത് എന്താണ്, ആ മരങ്ങൾ എന്താണ് ചെയ്യുക, എന്താണ് അത്, മരങ്ങൾ വലുതാവുമ്പോൾ അത് എന്ത് ചെയ്യും. ഇപ്പം നിങ്ങൾ മറയൂർ ആണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു ചന്ദന മരം വളരുന്നുണ്ടെങ്കിൽ ആ മരം വെട്ടാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതെന്തുകൊണ്ട്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മരം എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? അപ്പൊ ആ മരം നിങ്ങൾക്ക് വെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാധാരണ പ്രേക്ഷകന് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഇരുത്തി ക്ലാസ് എടുക്കുന്ന ഒരു ഫീലിംഗ് വരാതെ ഭയങ്കര രസകരമായ ഇൻസിഡൻസിലൂടെ ആ ലോകം ആദ്യം കൺവിൻസിങ് ആക്കി എടുക്കുക എന്ന് പറയുന്നതാണ് ജയൻ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഭാസ്കരൻ സാറിനെ പറ്റി കൂടെ പറയണമല്ലോ. മെയിൻ 2 ക്യാരക്ടേഴ്സിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പവർ ശരിക്കും ഇങ്ങനത്തെ ഒരു റൈവലറി ക്യാരക്ടേഴ്സ് വരുമ്പോൾ ശരിക്കും അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ശരിക്കും അത് ഇങ്ങനത്തെ ക്യാരക്ടർ എന്നുള്ളതല്ല, ഏത് സിനിമയിലെ ഏത് സീനും ഏത് കഥാപാത്രമാണെങ്കിലും ഒപ്പം അഭിനയിക്കുന്ന അഭിനേതാക്കൾ നല്ലതാകുമ്പോൾ നമ്മളും മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ ഭാസ്കരൻ മാഷായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷമിച്ചേട്ടനാണ്. ഇന്ന് ട്രൂലി എനിക്ക് തോന്നുന്നു നമ്മളൊരു മലയാള സിനിമയിൽ ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് റോങ് യൂസേജ് ആണ്. ഓൾ ആക്ടേഴ്സ് പ്ലേ ക്യാരക്ടേഴ്സ്, പക്ഷെ അതിന് വേറൊരു പേരില്ലാത്തതുകൊണ്ട് ഇപ്പൊ നായക നടന്മാരെ അഭിനയിക്കാത്ത ഒരു ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സ് എടുക്കുമ്പോൾ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് അവൈലബിൾ ഇൻ മലയാളം സിനിമ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ ഭാസ്കരൻ മാഷിന്റെ കുറച്ച് പ്രായമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. എന്നെ ഷമിച്ചേട്ടനോട് പറഞ്ഞാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തിലകനങ്ങളിനെ ഓർമ്മ വന്നു എനിക്ക് ഈ സിനിമയിൽ. ഇതിനകത്ത് ആ പ്രായമായിട്ടുള്ള ഭാസ്കരൻ മാഷിന്റെ അപ്പിയറൻസും ഒക്കെ ഞാൻ ആക്ച്വലി അവസാനമായിട്ട് തിലകനങ്ങളിലൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ ട്രിപ്പി എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പൊ അന്ന് ആ സെറ്റിൽ തിലകനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അപ്പിയറൻസ് ഉണ്ട്, ഈ വെള്ളമുടി, ചെറിയ വെള്ള കുട്ടിത്താടി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലൊരു അപ്പിയറൻസ് ആണ് ഇതിൽ ഷമിച്ചേട്ടന് ഭാസ്കരൻ മാഷിന്റെ വയസ്സായിട്ടുള്ള ഗെറ്റപ്പിനുള്ളത്. അപ്പൊ ആ സീക്വൻസിൽ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ഷമിച്ചേട്ടനെ പറയും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അങ്കിളിനെ ഓർമ്മ വരുന്നുള്ള. ആൻഡ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് ഞാൻ ഷമിച്ചേട്ടനോട് ലാസ്റ്റ് ഡേ ടെയിലിന്റെ ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഞാൻ ഷമിച്ചേട്ടന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ഷമിച്ചേട്ടന്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫൈനസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഒരു പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ആദ്യമായിട്ടല്ല ഒരു പുസ്തകം സിനിമയാകുമ്പോൾ അതിന്റെ ഭാഗമായി മാറുന്നത്. പ്രത്യേകിച്ച് വായിച്ച പുസ്തകങ്ങളിൽ ഏത് പുസ്തകം വായിക്കുമ്പോഴാണ് ഇതിലൊരു സിനിമയുണ്ടല്ലോ തോന്നിയ പുസ്തകങ്ങൾ ഉണ്ടാവും? അങ്ങനെ ഒരുപാടുണ്ട്. മലയാളത്തിലും അല്ലാതെയും ഒരുപാട് പുസ്തകങ്ങളിൽ ഞാൻ അങ്ങനെ ഇതിലൊരു ഗംഭീര സിനിമയുണ്ടെന്ന് പുസ്തകങ്ങളുണ്ട്. ഇന്ദുവിന്റെ തന്നെ ഉണ്ട് ഇനിയും പുസ്തകങ്ങൾ. പൃഥ്വിക്ക് ശരിക്കും പറഞ്ഞാൽ ബുക്സ് സിനിമയാക്കുമ്പോൾ
പെട്ടെന്ന് ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന പേരാന്ന് തോന്നുന്നു പൃഥ്വി. എന്താ അറിയില്ല. ഈ പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയില്ലേ സോഷ്യൽ സ്റ്റഡീസ് ഹിസ്റ്ററി ഒക്കെ ഒരു സിനിമയായിട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പിള്ളേർക്ക് ഫുൾ മാർക്ക് കിട്ടിയേനെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ സിനിമയായിട്ട് വരുമ്പോൾ അത് നമുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ കൂട്ടുന്നുണ്ടോ? എന്താ തോന്നുന്നത്? സിനിമ കണ്ടിട്ട് വായനക്കാരുടെ എണ്ണം സ്വാഭാവികം കൂടുന്നുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സിനിമയാകാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ വരുന്നു. അവർക്ക് ആ കഥയെക്കുറിച്ചൊരു ധാരണ, വായിക്കുന്നത് എനിക്ക് കഥയെക്കുറിച്ചൊരു ധാരണ വേണം സിനിമ കാണാൻ പോകുന്നു എന്ന് വെച്ചിട്ട് കുറേ കുട്ടികൾ വായിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ പുസ്തകം, ഈ പഠിക്കാനുള്ള പുസ്തകമായത് പിന്നീട് സിനിമയാവുന്നു എന്നൊക്കെ വരുന്നതിലൊരു എക്സ്പീരിയൻസ് അവരുണ്ട്. അതിനും അവരത്രയും ഇപ്പം നമ്മളിപ്പം വലിയ ഡ്രഗ്സിൻ്റെ ഇതിൻ്റെയൊക്കെ കഥകൾ പറയുമ്പോൾ ഈ വായനയിൽ നിന്നുണ്ടാകുന്നൊരു ഹൈയിലൂടെ ഒരാൾ സിനിമയിലേക്ക് സിനിമ കാണാനും തിരിച്ചും മടങ്ങിപ്പോയി വീണ്ടും ആ പുസ്തകം വായിക്കാനൊക്കെ തോന്നുന്നത് ഒരു നല്ല ലക്ഷണമല്ലേ സത്യം? തീർച്ചയായിട്ടും. സോ ഹൗ ഡു യു കോൾ വിലായത് ബുദ്ധ? ഫൈനലി ചോദിക്കുകയാണെങ്കിൽ ഒരു ഓണർ പറയുകയാണെങ്കിൽ ഒരു സാൻഡൽവുഡ് സർവൈവൽ എന്ന് പറയാൻ പറ്റും. സാൻഡൽവുഡ് സർവൈവൽ എന്നല്ല, ഇറ്റ്സ് എ ഹ്യൂമൻ ഡ്രാമ. ഇതൊരു ഹ്യൂമൻ ഡ്രാമയാണ്. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെ കുറിച്ചുള്ളൊരു ഡ്രാമ തന്നെയാണ്. ഓഫ് കോഴ്സ് അത്തരമൊരു ഡ്രാമേനെ ഒരു ആക്ഷൻ അഡ്വഞ്ചറിന്റെ ഫ്ലേവറിൽ കൺസീവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ.